നമ്മുടെ അച്ഛനയുടെ കാലം ദൈവം കണക്കിലെടുക്കലെന്ന് അപ്പോസ്തലപ്രവർത്തനം 17 ആ 27:8 മുതൽ 30 വരാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. വൈകിയത് ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടുന്ന് നമ്മൾ ആരിൽ നിന്നും അകലെയല്ല. എന്നാൽ അവിടുന്ന് നാം ജീവിക്കുന്നു, ചലിക്കുന്നു, നിലനിൽക്കുന്നു. നാം അവിടുത്തെ സന്താനങ്ങളാണെന്ന് നിങ്ങളുടെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നാം ദൈവത്തിന്റെ സന്താനങ്ങളായാൽ മനുഷ്യന്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണ്ണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപം എന്ന് വിചാരിക്കരുത്. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കില്ല. പക്ഷെ ഒരു കണ്ടീഷനാണ്. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണം. അവിടുന്ന് ആജ്ഞാപിക്കുന്നു. പശ്ചാത്താപം എല്ലാവരും അനുഭവിക്കണം. ഏത് ജാതിയിൽപ്പെട്ടവനായാലും, ഏത് വിഭാഗത്തിൽപ്പെട്ടവനായാലും, ഏത് മതത്തിൽപ്പെട്ടവനായാലും, എല്ലാ മനുഷ്യരും പശ്ചാത്തപിക്കണം. അതാണ് ദൈവത്തിന് ആവശ്യം. അനുതാപമാണ്. ഈ അനുതാപത്തിന് ശക്തി അനുസരിച്ചാണ് ദൈവം കൃപ കൊടുക്കുന്നത്. അതാണ് പറയുന്നത് റോമ 12:3 ഉള്ളതിലധികം മേന്മാരും ഭാവിക്കില്ല. ഓരോരുത്തരുടെ വിശ്വാസത്തിനനുസരിച്ചാണ് ദൈവം കൃപ കൊടുക്കുന്നത്. എന്റെ വിശ്വാസം ഈശോ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ആ ദൈവം തന്നെ എനിക്ക് വെളിപ്പെടുത്തി തന്നു. പത്രോസിനെ പറഞ്ഞു. അപ്പൊ എന്റെ വിശ്വാസം എവിടെയും ആരുടെ വിശ്വാസം പറയും? പത്രോസിന്റെ വിശ്വാസം ഉണ്ടോ? മറ്റവരുടെ വിശ്വാസം വേറെ വിശ്വാസമാണ്. യേശുവിനെ കാണുന്ന വേറെ വിധത്തിലാണ്. അപ്പോൾ ഈ വിശ്വാസത്തോട് നിങ്ങളും വരും. അതിനോട് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കും എല്ലാവരും. അപ്പോൾ പരിശുദ്ധാത്മാവും ജ്ഞാനവും എല്ലാവർക്കും വേണം. അപ്പൊ ജ്ഞാനത്തിന് വേണ്ടി ഇഷ്ടമായിട്ട് ദൈവം തന്നോളൂ. ജ്ഞാനം 7 22-30 വനത്തില് ജ്ഞാനത്തിന്റെ ഡെഫിനിഷനാണ്. അത് ഡിഫൈൻ ചെയ്യാൻ സാധ്യമല്ലത്. സ്നേഹത്തെ വർണ്ണിക്കാൻ പറ്റുമോ? ഇല്ല. കേട്ടോ, അത് കുമാരനാശൻ പറയുന്ന സ്നേഹമാണോ? കവികൾ പറഞ്ഞ സ്നേഹമാണോ? അല്ല. ആ ഭയമായ സ്നേഹമാണ്. അതുകൊണ്ടാണ് ലൗകിക മനുഷ്യന് ഇതെല്ലാം പോഷത്തരമായിട്ട് തോന്നുന്നത്. കാരണം അവൻ ജഡത്തിലാണ്. അതുകൊണ്ട് ജഡികനും ആത്മീയനും രണ്ടും രണ്ടാണ്. ഗലാത്യർ 4:29 ജഡിക മനുഷ്യനും ആത്മീയ മനുഷ്യനും. നിങ്ങൾ നേരത്തെ നമ്മളെല്ലാം ജഡത്തിലായിരുന്നു, ഇപ്പോൾ നമ്മളെല്ലാം ആത്മാവിലായി. വിദ്യാനം കഴിഞ്ഞപ്പോ 5 ദിവസം കഴിഞ്ഞപ്പോ നിങ്ങൾ എന്തിനായി? ആത്മാവിലായി. അപ്പൊ ഇനി ഈശ്വരനെ എവിടെ കൊണ്ടു നടക്കുമോ? കൊണ്ടു നടക്കും. ഹൃദയത്തില് ഈശ്വരനെ പറയാൻ നാണം ഉണ്ടാവുമോ? ഇല്ല. വചനം വായിക്കാൻ നാണം ഉണ്ടാവുമോ? ബൈബിൾ എടുക്കാൻ നാണം ഉണ്ടാവുമോ? വചനം ഹൃദയസ്ഥമാക്കാൻ നാണം ഉണ്ടാവുമോ? കുറച്ചു കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും 2 കൊരിന്ത്യർ 3:1 മുതൽ എല്ലാവരുടെയും വചനം ഹൃദയത്തിന് എവിടെ ഇരിക്കും? മതിലെ കൊണ്ട് എഴുതി വെക്കുമോ? അല്ലെങ്കിൽ എവിടെ കൊണ്ട് എഴുതി വെക്കും? വീടിന്റെ പറ്റത്ത് മല കൊണ്ട് എഴുതിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല. അതിന് ഹൃദയത്തിൽ വേണം ഇന്നും മുതൽ എല്ലാവരും. അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് വചനം ആവശ്യമില്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? വേണമെങ്കിൽ നമുക്ക് പോകാം. ഏതെങ്കിലും മാലത്തിൽ എഴുതിയിരിക്കുന്ന അതിൻ്റെ അകത്തോട്ടൊന്ന് കയറാം. വചനവും കണ്ട് നമ്മളെ സ്വീകരിക്കുമോ? ഒറ്റാൾ സ്വീകരിക്കില്ല അവിടെ. ഇതാണ് ആത്മരഹസ്യം. കണ്ടോ? അതുകൊണ്ടാണ് വചനം എവിടെയാ വേണ്ടത്? ഹൃദയത്തിലാണ്. അത് ദൈവം അതിന്റെ കൃപ തരും. നിങ്ങൾ ഇഷ്ടമായി പ്രാർത്ഥിച്ചാൽ മതി. കൊളോസസ് 4:2-3 ഇന്ന് മുതൽ ഉറങ്ങണമിരുന്നല്ലേ പ്രാർത്ഥിക്കുന്നത്? ഇഷ്ടമായിട്ട് പ്രാർത്ഥിക്കണം. ഉറങ്ങിയാൽ അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കും. കുറെ കൊല്ലം കഴിയുമ്പോഴാണ് അറിയണത് ഞാൻ ഉറങ്ങിപ്പോയത്. അപ്പൊ കാലം കഴിഞ്ഞു പോയി. കേട്ടോ, ദൈവം എല്ലാ അവസരവും തന്നു കഴിഞ്ഞു. പിന്നെ ഈശോ പറയും ഞാൻ നിന്നെ അറിയില്ലെന്ന്. മത്തായി 7:21-22 വനത്തില്. പിന്നെ എന്ത് ചെയ്യും? ലൂക്ക 13 6-9 വനം. ഒരു അത്തിവൃക്ഷം വെച്ചു, 3 വർഷം വളമിട്ട്. വളമെന്താണ്? വചനം. അത് തന്ന് നോക്കാൻ വന്നപ്പോ വല്ല ഫലമുണ്ടോ? ഇല്ല. ദൈവം പിന്നെയും കാരുണ്യവാനാണ്. ജ്ഞാനം ആ 15:2 ദൈവം അഗാധമായ ജ്ഞാനം കൃപാവനുവാണ്. സങ്കീർത്തനം 145 8-13 വാക്യത്തിലും യോന പ്രവാചകന്റെ പുസ്തകം 4:2 ദൈവം ദയാലുവാണ്, കരുണാശക്തനാണ്. എല്ലാം കാരുണ്യം കാരുണ്യം കാരുണ്യം. അതാണ് സങ്കീർത്തനം 85:10
സ്നേഹവും കരുണയും ആശ്ലേഷിക്കുന്നു എന്നെല്ലാം പറയുന്നത്. ഈ ദൈവം പിന്നെ തരുന്ന 1 വർഷം കൂടി, എന്നിട്ടും അത്യവൃക്ഷത്തിൽ ഫലം കണ്ടില്ലെങ്കിൽ എന്ത് വരും? വെട്ടി എവിടെ കളയും? കണ്ടോ? തീയിലോട്ട് കളയും. വേണ്ട. കണ്ടോ? അതാ പറയുന്നത്, തുപ്പിക്കളയുന്നതെല്ലാം വെളിപ്പാട് 3:14 തൊട്ട് ആ 21 വരെയുള്ള വനത്തില് അത് പോയി വായിക്കണം. തീഷ്ണതയില്ലാതെ മനുഷ്യനായി പോയ തുപ്പിക്കളയരുന്ന്. കാരണം വെറുതെ ഇങ്ങനെ ഇരിക്കുക. കൊല്ലങ്ങളോളം കേട്ടിട്ടുണ്ട് വചനം, ഒരൊറ്റ വചനം പോലും സ്വീകരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ഹൃദയത്തിൽ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മക്കളോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, അല്ലെങ്കിൽ പണം, അല്ലെങ്കിൽ സ്വർണം, അല്ലെങ്കിൽ പേര്, പ്രശസ്തി, അല്ലെങ്കിൽ ബ്യൂട്ടി, അല്ലെങ്കിൽ മിസ് യൂണിവേഴ്സിന്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വളരെ കയറ്റി വെക്കും, അല്ലെങ്കിൽ നടന്മാര് ഇല്ലേ. അതുകൊണ്ടാണ് അതാണ് ഇസക്കൽ പ്രവാചകൻ പറയുന്നത് 14:1-9 വരെ എന്റെ ഹൃദയത്തില് ഉള്ള എല്ലാ വിഗ്രഹങ്ങളും എടുത്ത് ദൂരെ കളയണം. ചിലരെ വെച്ചിരിക്കുന്ന എന്താണ്? പണം. അത് വലിയ വിഗ്രഹാരാധനയാണ്. കൊളോസസ് 3:5 അതും വിട്ടുപോകും. അതൊക്കെ എടുത്ത് കർത്താവ് ദൂരെടുത്ത് കളയും. ഈശോയുടെ വചനങ്ങൾ വരുമ്പോ പണം കൊണ്ട് ഒളിച്ചു വെക്കാനൊന്നും സാധിക്കില്ല. പിന്നെ നിങ്ങൾക്ക് തന്നെ തോന്നും ഇത് എന്റേത് മാത്രമല്ല, എല്ലാവരുടെയാണ്. ദൈവം അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ വചനം ശ്രവിക്കുന്നവരും പാലിക്കുന്നവരും എന്റെ അമ്മയും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന്. ലൂക്ക 8:21, മത്തായി 12:50, മാർക്കോസ് 3:35 എന്റെ അമ്മയും എന്റെ സഹോദരികളുമാണ്. വചനം പാലിക്കുന്നവരും ശ്രവിക്കുന്നവരും. വചനം ശ്രവിക്കണം. ഈ വചനം എടുത്ത് മാറ്റം കൊണ്ട് കട്ടുകൊണ്ടുപോയിക്കളയും. അത് വിശ്വാസം എവിടെന്നാ വന്നെടുക്കുന്നത്? എല്ലാം ഹൃദയത്തിൽ കിടന്നുള്ള കളിയാണ് കേട്ടോ. നിങ്ങളുടെ ഹൃദയത്തിൽ ആരാണ് ഇപ്പൊ വെച്ചുകൊണ്ടിരിക്കുന്നത്? യേശു. നേരത്തെ ആര് കേട്ടോ? മല്ലവരെയൊക്കെ കയറ്റി വെക്കുന്നതല്ലേ? മിക്കവരും ഭർത്താക്കന്മാരായിരിക്കും. അതാണ് ഈ പ്രയാസം. അല്ലെങ്കിൽ ഭാര്യ തന്നെയായിരിക്കും. ഒന്നുമില്ലെങ്കിൽ അമ്മേനായിരിക്കും. രണ്ടാനമ്മനെ വെക്കില്ല. ഒറ്റ കുഴപ്പമാണ്. എനിക്കുള്ളവരൊക്കെ കയറ്റി വെക്കും ഇല്ലേ? അതിന് പകരം ഈശോ വന്നാലും ഭജനം വന്നാലും ഏത് സന്തോഷമായിരിക്കും. ഭജനം ഓർത്തു നോക്കും നിങ്ങൾ. വീണ്ടും രാത്രി കിടക്കുമ്പോ സംഗീതം 16:7 വചനം ശക്തിയാണ്. അതാണ് ആ സിസ്റ്റർ നേരത്തെ പറഞ്ഞത്. കൃപയാണ്, ശക്തിയാണ്. ഈ ശക്തിയിലാണ് പ്രവർത്തിക്കുന്നത്. കൊളോസസ് 1:29 നിങ്ങളും അതുപോലെ ശക്തിയിൽ വരും. കുറച്ച് കഴിയുമ്പോൾ കേട്ടോ, ശക്തി വന്നു കഴിഞ്ഞാലോ ഈ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ കൈയൊന്നും ഉയർത്തി പിടിച്ചാൽ മതി. പടപടെ കലച്ചൊക്കെ വീണുകൊണ്ടിരുന്നത് ഈ ശക്തിയാണ്. ഹബക്കുക്ക് 3:4 തരംഗമ്പോടെ പോയി അടിക്കും പറഞ്ഞിട്ട്. ഈ പൈസ ശക്തികളെല്ലാം താഴെ പോകും. കൃപയില്ലാത്തവരായതുകൊണ്ടാണ് അവരെല്ലാം പിടിച്ചു പറയുന്നത്. ഇതൊന്നുമില്ല, അതില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാനങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിയണം. യോഹന്നാൻ 4:10 ഇന്ന് മുതൽ പരിശുദ്ധാത്മാവ് എല്ലാവരും നിറയണം. പരിശുദ്ധാത്മ ദാനങ്ങളും വരങ്ങളും എല്ലാം ദൈവം തരും. കാത്തിരിക്കണം, എടുത്ത് ചാടരുത്. എന്ത് സംശയം ഉണ്ടെങ്കിലും അത് ആത്മീയമായി ചോദിച്ച് അറിയണം. അതിനാണ് ആത്മീയ ഗുരുവിനോട് ചോദിക്കണമെന്ന് പറയുന്നത്. സംശയങ്ങളെല്ലാം വരും, വന്നുകൊണ്ടിരിക്കണം. അതാണ് വളർച്ച. അത് ആദ്യകാലത്തേക്ക് അനേകം സംശയങ്ങളുണ്ടാവും. ഈശോ ദൈവമാണോ എന്ന്. കുറച്ച് കഴിയുമ്പോഴും സമരിയക്കാർ വന്നവര് വരും. യോഹന്നാൻ 4:9 യഹൂദാന്ന് വിളിച്ചു. യോഹന്നാൻ 4:11 പ്രഭു എന്ന് വിളിച്ചു. യോഹന്നാൻ 4:19 പ്രവാചകൻ എന്ന് വിളിച്ചു. യോഹന്നാൻ 4:25 യേശു ക്രിസ്തു എന്ന് വിളിച്ചു. യോഹന്നാൻ 4:42 ലോകരക്ഷകൻ അവർ പറഞ്ഞു. മത്തായി 16:14 അതിന്റെ അപ്പുറത്തെ വിശ്വാസം കണ്ടോ. മത്തായി 16:14 എന്താണ്? ജീവനുള്ള ദൈവത്തിന്റെ. അതുകൊണ്ട് എവിടെ ചെന്നാലും അപ്പം പറയും യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. കാരണം വെറും രക്ഷകനൊന്നുമല്ല, ദൈവം തന്നെയാണെന്ന് പറയുന്ന വിശ്വാസം കാണിച്ചു തരും. ദൈവം ഉറപ്പിക്കും. യോഹന്നാൻ 1:18 യേശു ദൈവം തന്നെയാണെന്ന്. 1 കൊരിന്ത്യർ 1:23-24 വാക്യത്തില്. എന്തുകൊണ്ടാണ്? യേശുവിന്റെ ജ്ഞാനം മുഴുവൻ നമ്മിൽ തരും ദൈവം. കൊളോസസ് 2:2-3 വാക്യത്തില്, കൊളോസസ് 2:9 അഗാധ ജ്ഞാനം. അതാണ് എഫേസ്യർ 1:17-23 വചനം. നിങ്ങളുടെ ബലഹീനമായ ശരീരത്തെ കണ്ടോ, നടക്കാൻ പാടില്ലാത്ത ശരീരം കണ്ടോ, രോഗമായ ശരീരം,
ദുർബലമായ മനുഷ്യ എന്ന് റോമ 7:24 വിശുദ്ധ പൗലോസ് പറയുന്നു. ഈ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരമായി ഈശോ രൂപാന്തരപ്പെടുത്തി തരും. ഫിലിപ്പിയർ 3:21 അതാണ് വിളിച്ച് തെരഞ്ഞെടുത്ത് മഹത്വപ്പെടുന്നു. റോമ 8:29-30. അപ്പൊ ഭയമുണ്ടോ? അത് നമുക്കൊക്കെ ആത്മാവുണ്ടോ? അതുകൊണ്ടാണ് നാം കർത്താവിന്റെ പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയുമെന്ന് യാക്കോബ് 5:19-20